നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് BGMI 3.9 അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പം അതിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഞാനത് ഓൾറെഡി ഗ്ലോബൽ വെർഷൻ കളിച്ച് നോക്കി. അതിലാദ്യം അപ്ഡേറ്റ് വന്ന് കളിച്ച് നോക്കി. കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 1-2 മാച്ചസേ കളിച്ചിട്ടുള്ളൂ. പിന്നെ അതിൽ കൂടുതലും ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ അറിഞ്ഞില്ല പുതിയ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഫോർച്യൂൺ റിഫൈനർ ക്രേറ്റാണ്. അത് ഓൾറെഡി നമുക്ക് വന്നിട്ടുള്ളതായിരുന്നു. ബട്ട് അത് കുറച്ച് നാൾ മുന്നേ അത് എക്സ്പയർ ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇതിലിനി വേറെ ഒന്നും പുതിയതായിട്ടൊന്നും വരത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് പ്ലേ സ്റ്റോറിൽ എനിക്ക് BGMI അപ്ഡേറ്റ് വന്നു. ഞാനങ്ങനെ ഡൗൺലോഡ് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് കയറി നോക്കി. പക്ഷേ ഞാനിതുവരെ ഗെയിമൊന്നും കളിച്ച് നോക്കിയില്ല. അപ്പോൾ ഞാനിതുവരെ കളിച്ച് നോക്കിയില്ല. ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. ഇതിലുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് പുതിയത് വന്നിട്ടുണ്ട്, എന്തൊക്കെ നമ്മുടെ ഉണ്ടായിരുന്ന പോയി, ഇത് മാത്രം ആണ് ഞാനിന്ന് നോക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോർച്യൂൺ റിഫൈനർ ക്രേറ്റാണ്. അപ്പം അത് പഴയ പ്രോസസ്സ് പോലെ തന്നെ നമ്മൾ ആദ്യം മുതലേ അത് ഫുള്ള് 15 എന്തോ സ്പിന്ന് നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 2000 പോയിൻറ്റ് വെച്ചിട്ട് ഇപ്പം മിനി മെറ്റീരിയൽസ് ആണോ, അല്ലെങ്കിൽ സ്റ്റാർ ഫ്രാഗ്മെൻ്റ് ആണോ, അതുമല്ലെങ്കിൽ മറ്റേ മിത്തിക് എംബ്ലം അതിൻ്റെ പീസസ് ആണോ. അപ്പം എനിക്ക് കുറച്ചും കൂടെ യൂസ് എന്ന് പറയുന്നത് സ്റ്റാർ ഫ്രാഗ്മെൻറ്റ് തന്നെയാണ്. കാരണം ഈ ലാസ്റ്റത്തെ എക്സ്യൂട്ട് സ്പിന്നിൽ എനിക്ക് 3 എക്സ്യൂട്ട് റെഡീം ചെയ്യാൻ സാധിച്ചു. അപ്പം എനിക്കത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് പർച്ചേസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമില്ല. ഇനിയിപ്പോൾ മിനി മെറ്റീരിയൽസ് ആണെങ്കിലും മെറ്റീരിയൽ പീസസ് ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. സോ പിന്നെ ഇത്തവണത്തെ അപ്ഡേറ്റിൽ ഒരുപാട് പേര് കാത്തിരുന്നൊരു കാര്യം, ഞാനും അത് സോഷ്യൽ മീഡിയാസിൽ പല സ്ഥലങ്ങളിലായിട്ട് ഞാനത് കാണുവാനിടയുണ്ടായി. മറ്റൊന്നുമല്ല, നമ്മുടെ ഗ്രാഫിക്സ് സെറ്റിങ്സിനകത്ത് എന്തോ സൂപ്പർ സ്മൂത്തോ 120 FPS എന്തൊക്കെ വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് ചില പോസ്റ്റുകൾ കാണാനിടയുണ്ട്. അതിന് കുറേ കമൻസ് വായിച്ചു. അപ്പം ചിലർക്ക് ഉള്ളതും കൂടെ പോയി, ചിലർക്ക് എന്തൊക്കെ സെറ്റിങ്സ് വന്നു. പക്ഷേ എനിക്ക് ഒരു വ്യത്യാസമില്ല. എൻ്റെ ഓൾറെഡി എക്സ്ട്രീം പ്ലസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ ഉള്ളത്. പിന്നെ അത് ഈ ഇടക്കാലത്തൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ആർക്കെങ്കിലും അത് വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണത്തെ പുതിയ മിത്തിക് ഫോർജാണ്. സംഭവം പുതിയ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു UAC കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഹമ്മർ, ഒരു ഹാർഡ് കോർ ഹമ്മർ പോലെ സിമിലാരിറ്റി ഉള്ള ഒരു UAC തന്നെയാണ്. അതിനത്ര 2 മിത്തിക് എംബ്ലം എന്തോ ആണ്. അപ്പം ഞാനത് കൈയോടെ തന്നെ പർച്ചേസ് ചെയ്തു. ആൻഡ് പിന്നെ UMBയുടെ പുതിയ സ്കിന്ന് വന്നിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ 1-2 സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും നോക്കിയില്ല. പിന്നെ എനിക്ക് S12Kയുടെ ഒരു അപ്ഗ്രേഡബിൾ സ്കിൻ റെഡീം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എൻ്റെ മിത്തിക് എംബ്ലം ഇല്ല. പിന്നെ വേറൊരു അക്കൗണ്ടിൽ ഒരു 7 മിത്തിക് എംബ്ലം ഞാൻ ചിലവാക്കാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വരും
അപ്ഡേറ്റുകളിൽ എന്തെങ്കിലും എന്നെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും സംതിങ്, എന്തെങ്കിലും അട്രാക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വരുമോ ഇല്ലെന്ന് നോക്കട്ടെ. ഇത്തവണത്തെ ഇവൻ്റ് തന്നെയാണ് ഒരു ഹൈലൈറ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മുന്നത്തെ ഇവൻറ്റും ഒരു ഓഡിയം ഗിയറും ഒക്കെ ഒന്ന് സെറ്റായി വന്നതായിരുന്നു. പക്ഷേ ഇവൻ്റ് അങ്ങനെയാണല്ലോ, പുതിയത് വരും പഴയത് പോകും. അപ്പം നമ്മളൊന്നിനോടും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആവാതിരിക്കാൻ ശ്രമിക്കുക, അത്രേ എനിക്ക് എന്നോടും പറയാനുള്ളൂ. പിന്നെ ഒപ്റ്റിമസ് പ്രൈം, ഞാനിപ്പം ഒപ്റ്റിമസ് പ്രൈമാണ്. പ്ലാനറ്റ് എർത്തിനെ സേവ് ചെയ്യാൻ വേണ്ടി ശപഥം ചെയ്ത ഒരു ഓട്ടോബോട്ട്.